പ്രസ്ഥാനത്തിനെ പറ്റി ഞാൻ ചിന്തിക്കുന്നത് 57 വർഷങ്ങൾ മുന്നേ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ വളരെ ചെറിയ നിലയിൽ തുടങ്ങിയത്. ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടുമായി 100 ഷോപ്പുകളും ഇപ്പോൾ സമീപത്ത് നമ്മൾ എറണാകുളത്ത് ഹൈവേയിൽ പാലമെടുത്ത് 4 മാസം മുന്നേ ഒരു 60 സെൻറ്റ് സ്ഥലത്ത് 300 പേര് ചിട്ടീകരിക്കാവുന്ന 60 കാർ പാർക്ക് ചെയ്യുന്നു സ്ഥലത്തെത്തിയത്. ഈ ബേക്കറി അല്ലെങ്കിൽ ഹോട്ടൽ പ്രസ്ഥാനത്തിൻ്റെ മാറ്റങ്ങൾ പ്രിയപ്പെട്ട സംഘടന പറഞ്ഞാൽ ഒരു 10-15 വർഷങ്ങളായിട്ടുണ്ട്. എന്താണ് ഫുഡ്, എന്ത് ഫുഡിന് എങ്ങനെ കഴിക്കണം, എന്ത് ടേസ്റ്റ്, എന്ത് ചേർക്കണം എന്നുള്ള കളറായിരുന്ന ഒരു 10-15 വർഷം മുന്നേ അതൊക്കെ മാറ്റാൻ ഈ അസോസിയേഷൻ കൊണ്ട് ആൾ ഇന്ത്യ ലെവൽ മാക്സിമം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ ഇതുപോലുള്ള ശുദ്ധിയമായ കടകൾ ഈ ഒരു ഷോപ്പിൽ വരുന്നതോടുകൂടി ഈ പ്രദേശത്ത് മാറ്റും. ഇപ്പോൾ ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ 100 കണക്ക് ഞങ്ങളുടെ ഷോപ്പിൻ്റെ 10-50 ഷോപ്പ്. ആ മലപ്പുറം ജില്ലയിൽ ഒരു കാലത്ത് വളരെ വില കുറഞ്ഞ ഐറ്റം വിറ്റ സ്ഥലമാണ്. ഇന്ന് നല്ല ക്വാളിറ്റി. ഞങ്ങളിവിടെ ഉപയോഗിക്കുന്ന ചായപ്പൊടി 950 രൂപ 1 കിലോ. ഞങ്ങൾ ചായക്ക് വേണ്ടി 15 രൂപ ചായ കുടിക്കാൻ 40 രൂപ ഓർഡർ എടുത്ത് വരുന്ന ആൾക്കാർ പെരുന്തൽമണ്ണയിൽ കോട്ടയ്ക്കലുണ്ട്. അപ്പോൾ കേരളീയനെ സംബന്ധിച്ചോളം മലയാളിയെ സംബന്ധിച്ചോളം ചായ എന്നുള്ളത് ഒരു ബിരിയാണിക്കായും ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായും ഈ ഒരു ഷോപ്പ് കൊണ്ട് ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിരിയിരുന്ന സ്ഥലം ഇപ്പോൾ ഞങ്ങളെ പറവൂർ ഷോപ്പ് ആ നാട്ടുകാരുടെ ബിസിനസ്സാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് ഇത്രയും 100 ഷോപ്പ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഷോപ്പ്. കാരണം അത്രയും നാട്ടുകാർ പുറത്തൊരാളോട് വരുന്നത് സ്ഥിരം കസ്റ്റമർ 25 30 വർഷം 40 വർഷം കസ്റ്റമറിനായിരുന്ന ഒരു പ്രസ്ഥാനം. കോയമ്പത്തൂരിലെ സായിബാ കോളനി അറിയും 52 വർഷം മുമ്പ് തുറന്ന ഷോപ്പിൽ 52 കൊല്ലം വരെ കസ്റ്റമറിനും കാണാറുണ്ട്. അപ്പോൾ അത് കാരണം ഭക്ഷണം എന്നുള്ള മനുഷ്യൻ്റെ ആരോഗ്യത്തിനും നമ്മുടെ എല്ലാം അല്ലേ ഭക്ഷണമാണല്ലോ, അത് ഐശ്വര്യം കൊടുക്കുക എന്നുള്ളൊരു ഐശ്വര്യമാണ്. നമ്മൾ തുടങ്ങിയതിൻ്റെ പ്രാർത്ഥനയോട് കൂടിയാണ്. അപ്പോൾ അത് വളരെ ഐശ്വര്യമായി നടക്കുന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. തീർച്ചയായും നമ്മളെ കിട്ടിയ ഏറ്റവും നല്ലൊരു ഐശ്വര്യമുള്ള ഒരു ബിൽഡിങ്ങുമാണ്. അതൊരു ധനമാർക്ക് കൊടുക്കുന്ന ബാങ്ക് മാനേജർ നല്ല പ്രാർത്ഥന ചൊല്ലാൻ പറ്റുന്ന ഒരു ഐശ്വര്യമുള്ള കൗൺസിൽ കിട്ടി. വളരെ സന്തോഷമുണ്ടല്ലോ. കാരണം ഈ പ്രസ്ഥാനം വളരുമ്പോൾ ചെറുതാണെങ്കിലും ഇതിലൊത്താക്കിയാൽ അത് മക്കളും പ്രാപ്തരാണ്. ഞാൻ മാത്രം പോരാ. ബെസ്റ്റ് ബാങ്കിൽ വിശ്വസൊക്കെ എൻ്റെ 50 സുഹൃത്തുക്കളാണ്. അവരുടെ മക്കളൊക്കെ ഈ പ്രസ്ഥാനത്തിലുണ്ട്. അതുകൊണ്ടാണ് ആ പ്രസ്ഥാനം വളരുന്നത്. തീർച്ചയായും വളരെ സന്തോഷം. പ്രിയപ്പെട്ട നാട്ടുകാരോട് ഇത് നിങ്ങളെ സ്ഥാപനമാണ്, ഞങ്ങളതല്ല. ഞങ്ങളിത് വന്നു ചെയ്യുന്നു. ബാക്കി പ്രിയപ്പെട്ട ഇന്നലെ തന്നു. ഇന്ന് രാവിലെ 6 മണിക്ക് ഇവിടെ ചെന്നപ്പോൾ ഒരു കസ്റ്റമർ അയാൾ പറഞ്ഞു 6 മണിക്ക് കാത്തിരുന്ന് നടന്നു. അപ്പോൾ എൻ്റെ പേരെ കുട്ടിയോട് നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അവൾ ഇംഗ്ലീഷാണ് പറയും, ഇംഗ്ലീഷ് എനിക്ക് അവൾ പറയും 5 മണിക്ക് കിട്ടുന്നു. അത് മക്കൾ ആൺകുട്ടിയോ പെൺകുട്ടിയല്ല, അവർ വളർത്തിയെടുക്കണം. ഏത് സ്ഥാപനത്തിലെയും അടിസ്ഥാനം എന്നുള്ളത് ഒരു ജനറേഷൻ ഉണ്ടാക്കുന്നതല്ല. അത് നിലനിർത്തണമെങ്കിൽ അതിനുള്ള കഴിവ് അത് ഉണ്ടാക്കിക്കൊണ്ടു പോരെ വേണ്ടേ. വളരെ സന്തോഷമുണ്ട്. ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു സുദിനമാണ്. KR ബേക്കേഴ്സ് അതിൻ്റെ ഔട്ട്ലെറ്റ് 55 വർഷം പാരമ്പര്യമുള്ള ഈ ഔട്ട്ലെറ്റ് എളമക്കരയിൽ ആരംഭിച്ചതിൽ ഡിവിഷൻ കൗൺസിലർ എന്ന നിലയിൽ വളരെയധികം സന്തോഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ട് എന്നെ കൗൺസിലർ എന്ന നിലയിൽ എന്നെ ക്ഷണിച്ചതിലും ഇതിൻ്റെ ഭാരവാഹികളോട് ഇത് നടത്തിപ്പുകാരോട് ഏറ്റവും കൂടുതൽ സ്നേഹത്തോടുകൂടി നന്ദി അറിയിക്കുന്നു. ഈ സ്ഥാപനം ഞാൻ ഉദ്ഘാടന കർമ്മത്തിൽ സൂചിപ്പിച്ചതുപോലെ നാൾക്ക് നാൾ ഇത് പുരോഗതിയിലാകട്ടെ. എല്ലാവർക്കും ഇവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സേവനവും അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. KR ബേക്സിനെ ആർക്കും എളമക്കരയിലൊന്നും പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല. പല സ്ഥലങ്ങളിലും KR ബേക്സ് അവൈലബിൾ ആയിട്ടുണ്ട്. KR ബേക്സിൻ്റെ എളമക്കര ശാഖയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒരുപാട് പുരോഗതി ഉണ്ടാകട്ടെ. മറ്റ് പല ബ്രാഞ്ചുകൾ ഇനിയും ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. KR ബേക്സിന് എങ്ങനെ ആശംസ നേരണം എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉത്തരവാദിത്വമാണ്. കാരണം അവർക്ക് ആശംസ നേരാതെ തന്നെ സ്വയം അധ്വാനിച്ചിട്ട് വലിപ്പച്ചെറുപ്പമില്ലാതെ ഉയരങ്ങളിലേക്ക് വരുന്നതിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. അതുമാത്രമല്ല, കേരളത്തിലെയും ഓൾ ഇന്ത്യ ബേസിലും ബേക്കറിക്കാരെ സംയോജിപ്പിക്കാൻ ഞാൻ ബാലേട്ടൻ്റെ കൂടെയും ബാലേട്ടൻ എൻ്റെ കൂടെയും പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇന്ന് ഞാനുൾപ്പെടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. എല്ലാവിധ പുരോഗമന ചിന്താഗതിയുമുള്ള ബാലേട്ടനും മക്കൾക്കും ഭാര്യയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മൾ അസോസിയേഷൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഒരു കട ഇനോഗ്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ ബാലേട്ടൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാവണം. ഇപ്പം ഞങ്ങളൊക്കെ എപ്പോഴും പറയാറുണ്ട്, ഈ കാരണവന്മാർ നന്നായാൽ തറവാട് നന്നാവും, മക്കളും നന്നാവും. അപ്പം അതുകൊണ്ട് ഇവരൊക്കെ തുടങ്ങി വെച്ചൊരു ഒരു സംഘടന ആയതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞ വഴിയെന്നല്ലാണ്ട് നമുക്ക് മാറാൻ പറ്റില്ല. ഇപ്പം നമ്മൾ നയിക്കുന്നു എന്നല്ലാണ്ട് ശരിക്കും അവർ കാണിച്ചു തന്ന ഓരോ ദിശകളാണ് ഞങ്ങൾക്കിപ്പോഴും ഗൈഡിങ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ബാലേട്ടനെ പോലുള്ള ഒരാൾ നമ്മുടെ ഫൗണ്ടിങ് ജനറൽ സെക്രട്ടറി, അദ്ദേഹം ഇരുന്ന സ്ഥാനത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്.
അപ്പോൾ അത് വലിയൊരു ഇതാണ്. അന്നൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആകെ 10-15 പേരുള്ള ഒരു അസോസിയേഷനിൽ ബാലേട്ടൻ ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു 200 പേരായി അപ്പം തന്നെ. അപ്പോൾ അങ്ങനെ ഒരു അഡ്രസ്സ് ഇല്ലാത്ത അസോസിയേഷന് ബാലേട്ടൻ്റെ അഡ്രസ്സ് വെച്ചിട്ടാണ് ആദ്യം ഉണ്ടായത് തന്നെ. അത് കൂടാണ്ട് ഈ ബേക്കറിക്കാരെ ഒരു കടയും കൊണ്ട് മതി 2 കടയാ തലവേനയാന്ന് വിചാരിച്ചിരിക്കുന്ന ബേക്കറിക്കാരെ തള്ളിയിട്ട് മനസ്സമാനം കെടുത്തി എന്ന് പറയാം. പക്ഷേ വലിയ ഒരു ശൃംഖലയാക്കാനും ഈ പ്രസ്ഥാനം എത്രത്തോളം വളരാമെന്നും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തതും പിന്നെ വളർന്നു കഴിഞ്ഞാലും സാധാരണക്കാരനായിട്ട് എങ്ങനെ ഇരിക്കണമെന്നും കാണിച്ചു തരുന്ന, ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്ന ബാലേട്ടൻ്റെ ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ അതിൽ ബാലേട്ടൻ്റെ ആ എല്ലാം ഇവിടെ കാണാം, ഇൻവോൾവ്മെൻ്റ് ആയാലും എല്ലാം. അപ്പം എന്തായാലും ഇത് താഴത്തേക്ക് പോകാനുള്ള ഒരു ചാൻസും അടുത്തൊരു 100-100 വർഷത്തേക്കില്ല. വെച്ചാൽ അടുത്ത തലമുറ സുജിയേട്ടനും പ്രിൻസും ദീപും ഒക്കെ ആയിട്ട് അടുത്ത തലമുറ റെഡിയാണ്. ഇത് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ചെയിൻസുകളിൽ ഒന്നാവുന്നുള്ളതിൽ എൻ്റെ മനസ്സിൽ യാതൊരു സംശയവുമില്ല. എല്ലാ ആശംസകളും. ഇത് നാൾക്ക് നാൾ വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്തായാലും കെയർ ബേക്സിൻ്റെ യാത്ര ഏകദേശം 57 വർഷം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ കൊച്ചിയിൽ നമ്മൾ എത്തിയിട്ട് ഏകദേശം ഇന്ന് 25 വർഷം കഴിഞ്ഞു. അതിലിപ്പോൾ എളമക്കര ഈ സ്ഥലത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ചെറിയ ഔട്ട്ലെറ്റ് ആണെങ്കിലും വളരെ ഐശ്വര്യമുള്ള ഒരു ഔട്ട്ലെറ്റുമായി തോന്നുന്നുണ്ട്. ഒരു കോർണർ ഷോപ്പ്. അതിലേറെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ബിൽഡിംഗ് ഓണർ അദ്ദേഹം കൊടുക്കുകയാണെങ്കിൽ കെയർ ബേക്സിന് കൊടുക്കും എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിരുന്നത്. അദ്ദേഹവും വളരെ ഹാപ്പി ആയിരുന്നു. ഇന്നലെ കണ്ടപ്പോൾ നമ്മൾ വൈകുന്നേരം കടയൊക്കെ ഷോപ്പൊക്കെ ലൈറ്റിംഗ് എല്ലാം കൊടുത്ത് കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഭയങ്കര ഹാപ്പിയായി. കാരണം ഏരിയയിൽ ഒരു ചെറിയ ചേഞ്ച് കൊണ്ടുവരാൻ ഈ ഒരു ചെറിയ ഔട്ട്ലെറ്റിന് സാധിച്ചു എന്നുള്ളത് വലിയ ഭാഗ്യം തന്നെയാണ്. എന്തായാലും കെയർ ബേക്സിൻ്റെ ഇത്രയും കാലത്തെ ജേണിയിൽ ഒരുപാട് വലിയ ഷോപ്സും റെസ്റ്റോറൻറ്റ്സും എല്ലാം ഉണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ കൺവീനിയൻ്റ് ആയ ഒരു ഷോപ്പ്, അതായത് നമ്മുടെ കസ്റ്റമേഴ്സിനെ ആവശ്യാനുസരണം വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെ എല്ലാം ഐറ്റംസ് നിങ്ങൾക്ക് സ്വയം നേരിട്ട് നോക്കിയെടുത്ത് പിക്കപ്പ് കൗണ്ടർ പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ സ്നാക്സ് കൗണ്ടറും ടീ ഷോപ്പും ഷവർമയും എല്ലാം ഉണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് വന്നിരിക്കാനും കഴിക്കാനും എല്ലാം പറ്റിയൊരു നല്ലൊരു ലൊക്കേഷനുമാണ്. അതിനനുസരിച്ച് പാർക്കിംഗ് സൗകര്യം എല്ലാം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കെയർ ബേക്സിൻ്റെ കസ്റ്റമേഴ്സായിട്ട് നൽകിയ സപ്പോർട്ട് തുടർന്നും എളമക്കരയിലുള്ള എല്ലാവരുടെ ഭാഗത്തും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ എറണാകുളത്ത് മാത്രമല്ല, നമ്മളിപ്പോൾ ബ്രാഞ്ചുകൾ ഇനിയും റിനോവേഷനും അതുപോലെ തന്നെ പുതു ബ്രാഞ്ചുകളായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പ്രധാന ഔട്ട്ലെറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവല്ല, പാല, കഞ്ഞിരപ്പള്ളി, നാഗപടം ഭാഗത്തൊക്കെയുള്ള ഷോപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാം റെസ്റ്റോറൻറ്റോട് കൂടിയിട്ടാണ്. നമ്മൾ അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാം, കൊച്ചിയിലുള്ള എല്ലാവർക്കും അറിയാം, ബൈപ്പാസിൽ നമ്മളുടെ ഏറ്റവും വലിയ ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇക്കൽ റെസ്റ്റോറൻറ്റ് സോഫ്റ്റ് ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. അതിൻ്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ നമ്മളിനി നടത്തിയിട്ടില്ല. അപ്പോൾ അവിടെ വന്ന എല്ലാവർക്കും അറിയാം, നമ്മൾ വിവിധമായ ഒരു ഫാമിലി അല്ലെങ്കിൽ കുടുംബത്തിനൊന്ന് ഒന്നിച്ചിരിക്കാനുള്ള ഉച്ചയ്ക്ക് നല്ല വിഭവസമൃദ്ധമായ ഫിഷ് കറി മീൽസ് ഉണ്ട്. അതുപോലെ എല്ലാ മൾട്ടി കിച്ചൺ റെസ്റ്റോറൻ്റ് ആണ്. നല്ല ആംബിയൻസോട് കൂടിയുള്ള ഒരു കഫേ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള ഷോപ്സും നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും കെയർ ബേക്സിന് നൽകിയിട്ടുള്ള ഈ സപ്പോർട്ട് തുടർന്നും എല്ലാവരുടെ ഭാഗത്തും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇത്രയും നല്ല ഒരു പ്രസ്ഥാനം എൻ്റെ ഈ ബിൽഡിങ്ങിൽ വന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എന്നും അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് ഒരവസരം തന്ന ബാലേട്ടനും കൂടി നന്ദി പറഞ്ഞുകൊണ്ടും എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. പണ്ട് കാലത്ത് ഈ ബേക്കറി എന്ന് പറഞ്ഞാൽ കച്ചവടം കിട്ടുന്നതിൽ കളറ്, ആ കളറിനെ അട്രാക്ട് ചെയ്തിട്ടാണ് ഓരോ കസ്റ്റമേഴ്സും അത് വാങ്ങിക്കുന്നത്. ശങ്കരനും മാലപ്പുഴ ബേക്കേഴ്സ് ഉണ്ടായി പറയുമ്പോൾ ആദ്യം 2 മുദ്രാവാക്യം നടത്തിയത്. ഒന്ന്, രുചി എന്ന് പറയുന്നത് വെറുതെ ഉണ്ടാക്കിയിട്ടില്ല, അത് ശുചിയിലൂടെ രുചി. ആ ശുചിത്വം നിലനിർത്തിക്കൊണ്ട് നമ്മൾ രുചിയിലേക്ക് കടക്കാൻ എന്നൊരു മുദ്രാവാക്യമായിരുന്നു. അത് ഞങ്ങൾ എല്ലാ ബേക്കറികളും നടപ്പാക്കി പരമാവധി ശ്രമിച്ചു. അതിനുശേഷം ഞങ്ങൾ തുടങ്ങിയത് നിറങ്ങളോട് വിട എന്നുള്ളത്. ഇപ്പോൾ ഒരുവിധം ബേക്കറികളൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കളർ കാണില്ല. ഉള്ളവർ തന്നെ ഉപയോഗിക്കുന്ന കളർ നാച്ചുറൽ കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അത്രയും, അതായത് ജനങ്ങൾ എന്ന് പാട്ടും പറഞ്ഞല്ലോ, ഈ സ്ഥാപനം ഞങ്ങളതല്ല നിങ്ങളതാണ്. കാരണം നിങ്ങൾ വാങ്ങിച്ചെങ്കിൽ ഞങ്ങൾക്ക് കച്ചവടം. നിങ്ങൾ ജീവിതം നല്ല രീതിയിൽ, അതായത് നിങ്ങൾ ആരോഗ്യകരമായിട്ടുള്ള അവസ്ഥ ഞങ്ങൾ ഉണ്ടാക്കി തന്നാലേ ഞങ്ങൾക്ക് കച്ചവടം കൊടുക്കും. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ 2 മുദ്രാവാക്യങ്ങൾ ഞങ്ങൾ കേരളത്തിൽ മുഴുവൻ നടപ്പാക്കിയിട്ട് ഇപ്പോഴും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്.